എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 43-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. രോദാകുലാസ്തദനു ഗോപഗണാ ബഹിഷ്ഠപാഷാണപൃഷ്ഠഭുവി ദേഹമതിസ്തവിഷ്ടം പ്രൈക്ഷന്തഹന്ത നിബദന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. തദനു രോദാകുല, ഉടനെ ദുഃഖത്തോടെ കരയുന്ന. ആരാ കരയുന്നേ? ഗോപഗണ, ഗോപന്മാരും ഗോപസ്ത്രീകളും. ബഹിഷ്ഠ പാഷാണ പൃഷ്ഠഭുവി, പുറത്തുള്ള ഒരു പാറപ്പുറത്ത്. ദേഹം അതിസ്തവിഷ്ടം, വലിയ ഒരു ശരീരം. നിബദന്തം, വന്നു വീഴുന്നതായി കണ്ടു. പ്രൈക്ഷന്ത ഹന്ത, എല്ലാവരും അത് കണ്ട് ആശ്ചര്യപ്പെട്ടു. അമുഷ്യ വക്ഷസി, അവൻ്റെ മാറിടത്തിൽ. അക്ഷീണം ഏവ, യാതൊരു കേടും കൂടാതെ. ച ഭവന്തം അലം ഹസന്തം, അങ്ങയെയും കണ്ടു. എങ്ങനെ? ഹസന്തം, മന്ദഹസിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? സത്യത്തിൽ കണ്ണനെ കാണാഞ്ഞ് യശോദാമ്മ മാത്രമല്ല, അവിടെയുള്ള എല്ലാ ഗോപസ്ത്രീകളും ഗോപബാലന്മാരും എല്ലാവരും കരയുകയായിരുന്നു. ഇങ്ങനെ കരഞ്ഞ് തളർന്ന ഗോപന്മാർ ഗോകുലത്തിനരികെയുള്ള ഒരു പാറപ്പുറത്ത് വീണുകിടക്കുന്ന സ്ഥൂലിച്ച ശരീരത്തിൻ്റെ മുകളിൽ, അങ്ങനെ പറഞ്ഞാൽ എന്താ, വലിയ ശരീരമാണല്ലോ രാക്ഷസന്മാർക്ക്. ഈ തൃണാവർത്തൻ താഴെ വന്ന് വീണു വലിയ ഒരു പാറപ്പുറത്ത്. അദ്ദേഹത്തിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നു? ഭഗവാൻ, ഒരു കൊച്ചു കുഞ്ഞല്ലേ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുകളിലായിട്ട് യാതൊരു ഹാനിയും തട്ടാതെ മന്ദഹസിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. അത് കണ്ട് അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു എന്നാ പറയുന്നത്. അവർക്കെല്ലാം ഭഗവാനെ കണ്ടപ്പോൾ സന്തോഷം ഉണ്ടായി. പക്ഷെ ഭഗവാൻ ഇത്ര ഉയരത്ത് നിന്ന് വീണിരിക്കുക, അതും ആരുടെ മുകളിലാ? ഒരു രാക്ഷസൻ്റെ മുകളിൽ. അത് കണ്ടപ്പോൾ അവർക്ക് സങ്കടവും ഉണ്ടായി എന്ന് പറയാണ് ഭട്ടേരിപ്പാട്. ഹരേ കൃഷ്ണ.